വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ മഴ കുറഞ്ഞെങ്കിലും ദുരിതം ഒഴിഞ്ഞിട്ടില്ല. കുട്ടനാടും ചെങ്ങന്നൂരും ഇപ്പോഴും വെള്ളത്തിലാണ്. മടവീഴ്ച ഉണ്ടായതോടെ കുട്ടനാട്ടിൽ ദുരിതം ഇരട്ടിച്ചു. ജലനിരപ്പ് ഉയർന്നതോടെ AC റോഡിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഇന്ന് കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും തോട്ടപ്പള്ളി പുഴിമുഖത്തും സന്ദർശനം നടത്തും. ജില്ലയിലെ ചില താലൂക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, ഈ തോട്ടപ്പള്ളി വിഷയം വലിയ തരത്തിൽ ചർച്ചയായതോടെ ഇന്നലെ തന്നെ മന്ത്രിമാർ എത്തിയിരുന്നു. ഇന്ന് റവന്യൂ മന്ത്രി കൂടി സ്ഥലത്ത് എത്തും, ആ സന്ദർശനം നടത്തുകയും ചെയ്യും. ആ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിവേഗം തന്നെ നടപടികൾ പോകുന്നു. പക്ഷേ ഈ വെള്ളം ഇറങ്ങാത്തത് കാരണമുള്ള പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. രുചിഷ, തീർച്ചയായിട്ടും വെള്ളം ഇറങ്ങാത്തതിനുള്ള ഒരു പ്രതിസന്ധി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് അപ്പർ കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എഴകാട്ട്, അതോടൊപ്പം തന്നെ ഈ നെല്ല് സംഭരണ കേന്ദ്രത്തിൻ്റെ പാടശേഖരം തുടങ്ങി ആ ചുറ്റുപാടുമുള്ള പാടശേഖരങ്ങളിൽ എല്ലാം മടവീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് AC റോഡിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടാകുന്നത്. അവിടെ പോലീസിനെ പോലും വിന്യസിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ആലപ്പുഴയിൽ 3 താലൂക്കുകൾക്ക്, കുട്ടനാട്, ചെങ്ങന്നൂര്, കാർത്തികപ്പള്ളി 3 താലൂക്കുകൾക്ക് പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഏതായാലും അതിനിടയിലാണ്, അതായത് തോട്ടപ്പള്ളി പ്രശ്നമെല്ലാം ഇന്നലെ നമ്മളടക്കം വലിയ രീതിയിൽ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ ഒരു പട തന്നെ ഇന്നലെ എത്തിയിരുന്നു. ലിജു എത്തിയിരുന്നു, രമേശ് ചെന്നിത്തല ഇന്നലെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള AP അനിൽകുമാർ കൂടി സ്ഥലത്തേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം റജി ചെറിയാൻ കുട്ടനാട് MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു, ഈ മുഖ്യമന്ത്രിയെയോ റവന്യൂ മന്ത്രിയെയോ താൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. പിന്നീട് ക്യാബിനറ്റ് യോഗം കാരണമാണ് കിട്ടാത്തത് എന്ന കാര്യത്തിലെല്ലാം ഒരു വിശദീകരണം MLAയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടായതാണ്. പക്ഷേ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതിനു ശേഷമാണ് ദ്രുതഗതിയിലൂടെ നടപടികൾ ഉണ്ടാകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ ഭാഗത്താണ്. ഇവിടെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രിയിൽ നേരിയ തോതിലുള്ള മഴ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് പെയ്തിരുന്നു. പക്ഷേ ഇന്നലെ പകൽ മഴയില്ലായിരുന്നു. ഇന്ന് പകലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ചെങ്ങന്നൂർ ഭാഗത്തു നിന്ന് പല ക്യാമ്പുകളിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ചെങ്ങന്നൂരിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ അത് നേരെ ചെല്ലുന്നത് ചെന്നിത്തലയിലാണ്. ചെന്നിത്തലയിൽ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഒരു പുതിയ ക്യാമ്പ് കൂടി തുറന്നിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ചെന്നിത്തല ഭാഗത്തെ ആ ക്യാമ്പിൽ മാത്രമാണ് ഈ ചെങ്ങന്നൂർ ഈ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ട് നേരിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ സജി ചെറിയനുമായിട്ട് സംസാരിച്ചതാണ്. അദ്ദേഹം വിശദമായി തന്നെ ഈ ചെങ്ങന്നൂരിലെയും ആലപ്പുഴയിലെയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞതാണ്. ഏതായാലും ഈ പൊഴി മുറിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു അശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു മാസം മുൻപെങ്കിലും, ചുരുങ്ങിയത് ഒരു 2 ആഴ്ച മുമ്പെങ്കിലും പൊഴി മുറിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തേണ്ടതായിരുന്നു. മഴക്കാലത്തിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വട്ടങ്ങളെല്ലാം അത് ചെയ്തതാണ്. അതുകൊണ്ടാണ് 2019-ലോ 2020-ലോ ഒന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രളയം ഉണ്ടാകാത്തിരുന്നത്. 2018-ലുണ്ടായ പ്രളയത്തിന് ശേഷം ഇതിനെല്ലാം വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു അലംഭാവം അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നും സജ്ജറിയാൻ അല്പസമയം മുൻപ് പറയുകയുണ്ടായി. അതിൽ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ള അലംഭാവം ഉള്ളതായി തനിക്ക് മനസ്സിലായിട്ടുണ്ട്. താനത് വ്യക്തമാക്കിയിട്ടുണ്ട്, മന്ത്രിമാരോട് പോലും വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യവും സജ്ജറിയാൻ അല്പസമയം മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ക്യാമ്പുകളിലെല്ലാം സ്ഥിതി മെച്ചപ്പെട്ട് വരികയാണ്. രുചീഷ്. ശരി അമൽ സുരേന്ദ്രൻ, എന്തായാലും ആലപ്പുഴയിലെ പല പ്രദേശങ്ങളിലും ഇപ്പോഴും ആ മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും